കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് കെ.സി. വേണുഗോപാലാണോ? ഈ സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സജീവമാക്കുന്നതാണ് ഡൽഹി ചർച്ചകളും. മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടിയില്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ വെട്ടി മുകളിൽ നിന്നും ആളെ കൊണ്ടുവരാനുള്ള നീക്കമാണ് എന്നുള്ളതാണ് സജീവം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ കോൺഗ്രസിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കോർ കമ്മിറ്റിയും വരുന്നുണ്ട്. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിലാണ് തീരുമാനം. ഇന്നലെ നടന്ന ഹൈക്കമാൻഡിന്റെ അടിയന്തര യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയവരെല്ലാം കോർ കമ്മിറ്റിയുടെ ഭാഗമാകും. KPCCയിൽ ജംബോ കമ്മിറ്റിക്ക് നയരൂപീകരണ തീരുമാനം എടുക്കാൻ കഴിയില്ല. അതിനിടെ കേരളത്തിൽ ഗ്രൂപ്പിന് അതീതനായി വളരാൻ KCയും ഇനി ശ്രമിച്ചേക്കും. പാർട്ടിയിലെ ഗ്രൂപ്പിസം കുറയ്ക്കാനാണ് കോർ കമ്മിറ്റി എന്നുള്ള ആശയം കൊണ്ടുവരുന്നത്. പ്രസിഡന്റിനും 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പുറമെ ഈയിടെ നടത്തിയ പുനഃസംഘടനയിൽ 13 വൈസ് പ്രസിഡന്റുമാരെയും 59 ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം 39ആയി കൂട്ടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ KPCCയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിക്കുക പ്രായോഗികമല്ല എന്നുള്ള വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, PCC വർക്കിംഗ് പ്രസിഡന്റുമാർ, KPCC മുൻ അധ്യക്ഷർ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും. താൽക്കാലിക സ്വഭാവമാണ് സമിതിക്ക് നൽകുക. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സമിതി ഉണ്ടാകും. KPCC സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. പാർട്ടി ജയിക്കും മുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. ഏതാനും മുതിർന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ തുടരുന്ന അനൈക്യം ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചത്. പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും വൈകിട്ട് നടന്ന സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചു. പാർട്ടിയിലെ അനൈക്യം അവസാനിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും ഇല്ലെങ്കിൽ വെള്ളത്തിലാകുമെന്നും നേതൃത്വത്തോട് പറഞ്ഞ KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇത് ആവർത്തിച്ചു. ഖാർഗെയും രാഹുലും നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ ചർച്ചയിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാലും കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും പങ്കെടുത്തില്ല. ഇവരുടെ സാന്നിധ്യത്തിൽ ആരും വസ്തുത പറയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ അധ്യക്ഷരായ രമേശ് ചെന്നിത്തല, K. മുരളീധരൻ, MM ഹസൻ, ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ്, PCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും പങ്കെടുത്തു. കേരളത്തിലെ സംഘടനാ കാര്യത്തിൽ തരൂരിനും കാര്യമായ റോള് നൽകിയേക്കും. പുനഃസംഘടനയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പരിഹരിക്കാനാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളടക്കം മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് ചൊവ്വാഴ്ച അടിയന്തരമായി വിളിപ്പിച്ചത്. കോൺഗ്രസിൽ അനൈക്യമുണ്ടാക്കുന്നത് നേതാക്കളാണ് എന്ന് K. സുധാകരൻ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. പുനഃസംഘടനയിലെ അതൃപ്തി ഹൈക്കമാൻഡിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുവെന്ന് K. സുധാകരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു.